എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഇടയിലുണ്ടായ എല്ലാ കാലത്തും ഇമോഷൻ സെയിം ആണ്. അപ്പോൾ ടെക്നിക്കലി ഉള്ള മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പണ്ട് കുറേ നാൾക്ക് മുമ്പ് ഞാൻ ഈ ചാനലിൽ എഴുതിയിരുന്ന സമയത്ത് ഒരു സ്കിറ്റ് ഞാൻ എഴുതിയിരുന്നു. ആ സ്കിറ്റിൽ ഇങ്ങനെയായിരുന്നു അതിൻ്റെ സബ്ജക്റ്റ്. എനിക്ക് തോന്നുന്നു ആ ഒരൊറ്റ മാറ്റത്തിലൂടെ എനിക്ക് തോന്നുന്നു പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അത് പഴയകാല ഒരു സിനിമ എടുത്തപ്പോൾ നമ്മുടെ സോപ്പോട്ടി കഥ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതായത് പഴയ അമർ അക്ബർ അന്തോണി പോലത്തെ കഥകൾ. അതായത് ഒരു ഉത്സവത്തിന് 3 മക്കൾ ഒരുമിച്ച് വരുന്നു, അച്ഛനും അമ്മയും വരുന്നു, ഇവർ വേർപിരിഞ്ഞ് ഇവർ 3 തലത്തിലേക്ക് പോകുന്നു. 3 പേരും വളർന്നു വലുതാവുന്നു. അവസാനം അച്ഛ അമ്മേ ബാബു ഏട്ടാ എന്ന് പറഞ്ഞ് ഒരുമിക്കുന്നു. സോപ്പോട്ടി കഥ പഴയ. പക്ഷെ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഇറങ്ങിയതിന് ശേഷം ആ കഥ സംഭവമാണ്. 3 പേരും മാറി ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വിളിക്കുന്നു. നീ എവിടെ ഉണ്ടാ? ഞാൻ അവിടെ ഉണ്ട്. ആ കഥ അവിടെ അവസാനിച്ചു. അപ്പോൾ പിന്നീടുള്ള കഥ അങ്ങനെ മുന്നോട്ട് പോവില്ല. ആ വ്യത്യാസം എനിക്ക് തോന്നുന്നു എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനും വിഷ്ണുവൊക്കെ എഴുതിയിരിക്കുന്ന സിനിമകളെല്ലാം ഞങ്ങൾ ഡയറക്റ്റ് ചെയ്ത സിനിമ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കഥകളും തമാശയ്ക്ക് പ്രാധാന്യമുള്ള സിനിമകളായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ നേരിടുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ തമാശ എഴുതുന്നവർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന റീൽസുകളും ഇതൊക്കെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് ഇപ്പോൾ ഇന്ന് എഴുതി ഇത് സിനിമയാക്കാൻ, ഒരു ആർട്ടിസ്റ്റിൻ്റെ പുറകെ നടന്ന സിനിമയാക്കാൻ എന്തൊക്കെ വന്നാലും ഒരു കൊല്ലത്തോളം എടുക്കുന്നുണ്ട്. ഈ ഒരു കൊല്ലത്തിൽ ആ കണ്ടന്റുകളിലെ പലതും ഈ പറയുന്ന റീൽസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവന്മാർ അതിൽ നിന്ന് അടിച്ചു മാറ്റിയാന്ന് പറയുകയും ചെയ്യും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വാട്സപ്പൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് കട്ടപ്പന അതിക്രോഷൻ ശരിക്കും വാട്സപ്പ് വരുന്നതിന് മുമ്പ്, റിലീസാകുമ്പോൾ വാട്സപ്പ് ഉണ്ട്, പക്ഷെ അതിന് മുമ്പാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അതിൽ ലസാഗ ഉസാഗു എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതായത് ലസാഗു ഉസാഗു ഒക്കെ പഠിച്ച ആളുകളൊന്നും ജീവിതത്തിൽ അതൊന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, എന്ത് കാര്യം എന്ന് ചോദിക്കുന്നൊരു ഡയലോഗ് ഉണ്ട്. പക്ഷെ പിന്നീട് അത് വന്നു കഴിഞ്ഞപ്പോഴേക്കും, സിനിമ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ പറഞ്ഞത് വാട്സപ്പ് കോമഡിയാന്ന് പറഞ്ഞു. അപ്പം ആ ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ തമാശ എഴുതുന്ന ആളുകളെ കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം.